ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അമ്രാസ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം ഫോണിന് മുമ്പിൽ ചിലവഴിക്കപ്പെടുകയാണോ? നിങ്ങൾക്കറിയാം, ഫോണിന് മുമ്പിൽ സമയം ചിലവഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഈ സ്ക്രീൻ ടൈമിൽ നിന്നൊരു കുറവ്? അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. സ്ക്രീൻ ടൈം കുറക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബിസി ആവുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് അനുവർത്തിച്ച് പോകുന്ന ഏതെങ്കിലും ഒരു ഹോബിയിൽ മുഴുകുക. ഇക്കാലത്ത് നിങ്ങൾ ചെയ്തതും ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോബിയെ പുനരാവിഷ്കരിക്കുക. വേണമെങ്കിൽ ചിത്രം വരയ്ക്കലായിരിക്കാം, ചിലപ്പോൾ നൃത്തം ചെയ്യലായിരിക്കാം, ചിലപ്പോൾ എഴുതലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഹോബി വികസിപ്പിച്ചെടുക്കലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത്തരമൊരു കാര്യത്തിൽ നിങ്ങൾ ബിസിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ടൈം കുറയും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഏതൊരു കാര്യത്തിലാണോ ബിസി ആയിരിക്കേണ്ടത്, ഏതൊരു ഹോബിയിലാണോ മുഴുകേണ്ടത്, അത് എഴുതി വെച്ചുകൊണ്ട് അതിനു വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പ്രമേഹ രോഗിയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ചോക്ലേറ്റ് ഇങ്ങനെ പോക്കറ്റിൽ കരുതി നടക്കുകയാണ്. നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും. ആ ഒരു ടെംപ്റ്റേഷനെ മറികടക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫോണിൻ്റെ കാര്യവും. ഫോൺ എപ്പോഴും കയ്യിലുണ്ടാകുമ്പോൾ അതുപോലെ എന്തെങ്കിലും കുത്തിക്കുറിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ടെൻഡൻസിയെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവിത്രമായ കുറേ സമയവും കുറേ സ്ഥലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കേണ്ടാത്തൊരു സമയത്ത് ഒന്നുകിൽ അതിനെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങളെ ബാഗിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മേഡിലിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ നിങ്ങളെ പരിധിയിൽ നിന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് എയറോപ്ലെയിൻ മോഡിലിടുക. പിന്നെ ടെക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം സോൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, അന്ന് ഫോൺ എടുക്കുന്നില്ല, ഫോൺ മേശയിൽ കൂട്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുക. അപ്പോൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും അവിടെയുള്ളവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ട് സൗഹൃദം പങ്കുവെക്കാനൊക്കെ നിങ്ങൾക്കൊരു സമയം ലഭിക്കും. പിന്നെ നിങ്ങളുടെ സുപ്രഭാതം ടെക് ഫ്രീ ആയിട്ട് തുടങ്ങാൻ. ഒരു ടെക്നോളജി ഉപയോഗിക്കാത്തൊരു സുപ്രഭാതമായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വരെ നിങ്ങളെ ഫോണോ മറ്റുപകരണങ്ങളോ തൊടില്ല എന്ന് തന്നെ തീരുമാനിക്കുക. ഇതുമൂലം നിങ്ങൾക്ക് ആസ്വദിച്ച് കുളിക്കാനും ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ആസ്വദിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധ്യമാവുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പും ഇതേ ഒരു ചര്യ നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ഉറങ്ങുന്നതിൻ്റെ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പായിട്ട് നിങ്ങളുടെ ഫോണൊക്കെ ഓഫാക്കി വെച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ തുടക്കവും ഒടുക്കവും ടെക് ഫ്രീ ആക്കിയിട്ട് നിലനിർത്തുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ല കാര്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ടെക്നോളജി നമുക്ക് നൽകുന്ന ഈ സുഖ സൗകര്യങ്ങൾ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ട് ജീവിതം സമ്മാനിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും നമ്മൾക്കുണ്ടാവുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ ഫോൺ ഉപയോഗത്തിലൂടെ മറ്റും എന്ത് നേടുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പാഴായ സമയങ്ങളും നഷ്ടപ്പെട്ട മാനസികാവസ്ഥകളുമാണോ ഇത് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഫോൺ എന്തിനു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ടെക്നോളജി എന്തിനു ഉപയോഗിക്കണം, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്താണ് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടേണ്ടതുണ്ട്. ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടേണ്ടത്. ആ ഒരു ലക്ഷ്യ സഫലീകരണത്തിനാണോ നിങ്ങളുടെ ടെക്നോളജി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയവും നഷ്ടപ്പെട്ട സമാധാനവുമാണ് നൽകുന്നതെങ്കിൽ അതിന് ചിലവഴിക്കുന്ന സമയം നിങ്ങൾ കുറച്ചെടുക്കേണ്ടതുമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ടെക്നോളജിയെ നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാതെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അതിന് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.